താരസംഘടനയുടെ സാരഥ്യത്തിൽ 9 പുരുഷന്മാരാണല്ലേ, 8 സ്ത്രീകളും. ഒരു ചരിത്രമാണ്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടിനി ടോം, അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അജയകുമാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. 1992 തിരൂർ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1-2 പോയിൻറ്റിനാണ് അങ്ങേക്ക് കലാപ്രതിഭാ പുരസ്കാരം നഷ്ടപ്പെട്ടത്. അന്ന് ആ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് നമ്മൾ 10ാം ക്ലാസ്സിലാണ്, ഞങ്ങളൊരു പ്രായമാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങൾ 10ലാണ് തിരൂർ വെച്ച് ഒരു വേദിയിൽ, അന്ന് മഞ്ജു വാര്യർ കലാതിലകമായ വർഷമാണ്, ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തത്. 1ാം സ്ഥാനം കിട്ടിയ ഐറ്റംസൊക്കെ ദൂരദർശന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ടത് ഞാൻ ഓർക്കുന്നു. ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകം അതിൽ സന്തോഷമുണ്ട്. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ ഒരു പഴയ കാലം പറഞ്ഞപ്പോൾ ഇതെനിക്കറിയാമായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഏത് ഇനത്തിലായിരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി മത്സരിച്ചിട്ടുണ്ടാവുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സദസ്സിലുള്ള കലാകാരിയാണ് നമ്മളെല്ലാം. ഞാൻ പ്രതീക്ഷിച്ചത് പ്രസംഗമായിരിക്കും, കാരണം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും, ഒപ്പം തന്നെ നല്ല വാക്ചാതുര്യമുണ്ട്. ചാനലുകളിലൊക്കെ വാർത്താ അവതാരകയായിട്ടും അല്ലാതെയുള്ള നല്ല നല്ല ഇൻ്റർവ്യൂവറും ആങ്കറും ഒക്കെ ആയിട്ട് തെളിഞ്ഞൊരു കലാകാരി കൂടിയാണ് എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് പുള്ളിക്കാരി മോണോ ആക്ടിനാണ് മത്സരിച്ചതെന്നുള്ളതാണ്. നല്ല കയ്യടി കൊടുക്കുക, ഒട്ടും പ്രതീക്ഷയില്ല. സ്കൂൾ യുവജനോത്സവ വിജയിയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഗംഭീര പരിപാടി, ഞാൻ നയിക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് അവിടെ വേദിയിൽ വന്ന് നിന്നപ്പോൾ ആ സദസ്സ് നൽകിയ ഒരു വലിയ സപ്പോർട്ട്, പ്രോത്സാഹനം, അതിവിടെ അനുസ്മരിക്കാതെ വയ്യ. അന്ന് ആ വേദിയിൽ നിന്നും പറഞ്ഞു ഇന്ന് ഞാനിവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം.